4Gയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇത്തവണയും ടെക്നോളജി വാർത്തകളിൽ നിന്നും 4G തുടങ്ങുന്നു. അങ്ങനെ ഇന്ത്യയിലും 5G സംസാര വിഷയമായി തുടങ്ങുന്നു. 5G സാങ്കേതികവിദ്യയിൽ എയർടെല്ലും നോക്കിയയും ഇന്ത്യയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. എന്നാൽ ധാരണ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇരു കമ്പനികളും പുറത്തുവിട്ടിട്ടില്ല. ഡാറ്റ സ്പീഡിൽ വിപ്ലവകരമായ മാറ്റം സാധ്യമാകുന്ന 5Gയിൽ യോജിക്കാൻ എയർടെല്ലും നോക്കിയയും തീരുമാനിച്ചത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ശുഭകരമായ വാർത്തയാണ്. ഹൈസ്പീഡ് ഡാറ്റയും നെറ്റ്വർക്ക് സ്ലൈസിംഗ് എന്നറിയപ്പെടുന്ന പുതിയ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതായിരിക്കും 5G. 2G, 3G, 4G സാങ്കേതികവിദ്യകളിൽ വളരെ വിശാലമായ അനുഭവസമ്പത്തുള്ള നോക്കിയയുമായുള്ള സഹകരണം 5Gയിൽ എയർടെല്ലിന് ഇന്ത്യയിൽ മുൻതൂക്കം നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ തന്നെ ഈ മേഖലയിൽ നോക്കിയ എയർടെൽ സഹകരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മൊബൈൽ ഫോണുകൾക്കും അനുബന്ധ ടെക്നോളജികൾക്കുമായി ഒരു ഉത്സവമുണ്ടെങ്കിൽ അത് ബാഴ്സലോണയിലാണ്. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ബാഴ്സലോണയിൽ നടക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസ്. ഇത്തവണ ഡെലിഗേറ്റുകളും മാധ്യമപ്രവർത്തകരും അടക്കം 1,00,000-ഓളം പേരാണ് മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ പങ്കെടുക്കാൻ ബാഴ്സലോണയിലേക്ക് ഒഴുകിയെത്തിയത്. ഏതൊക്കെ ഡിവൈസുകളാണ് ഇത്തവണ മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ ശ്രദ്ധ നേടിയത്? അവയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. സംശയമില്ല, LGയുടെ G6 തന്നെയായിരുന്നു മൊബൈൽ വേൾഡ് കോൺഗ്രസിലെ താരങ്ങളിൽ ഒന്ന്. കഴിഞ്ഞ വർഷം G5-ൽ കൂടി അവതരിപ്പിച്ച മോഡുലാർ കൺസെപ്റ്റ് LG വച്ചുപൂട്ടി. അന്തം വിട്ട ഗിമ്മിക്കുകൾക്ക് പകരം ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്നതെന്തോ അത് നൽകാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് LG G6-ൽ നടത്തിയിരിക്കുന്നത്. വാട്ടർ പ്രൂഫിംഗ്, മികച്ച ബാറ്ററി ലൈഫ്, മികച്ച വലിയ സ്ക്രീൻ, ഒറ്റ കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനായാസത തുടങ്ങി യൂസർ എൻഡിൽ ഉപയോഗപ്രദമായ ഫീച്ചറുകൾക്കാണ് G6-ൽ LG മുൻഗണന നൽകുന്നത്. പരമ്പരാഗതമായി മികച്ച ക്യാമറയാണ് LG ഫ്ലാഗ്ഷിപ്പ് മോഡലുകൾക്ക് നൽകാറുള്ളത്. ആ പാരമ്പര്യം ഇവിടെയും തുടരുന്നു. LGയുടെ വൈഡ് ആംഗിൾ ക്യാമറ കൂടുതൽ അനായാസമായി കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് ഫോണിൽ ക്രമീകരിച്ചിട്ടുള്ളത്. 5.7 ഇഞ്ചിന്റെ ക്വാഡ് HD ഡിസ്പ്ലേയാണ് LG G6-ന്റേത്. 3300 mAh-ന്റേതാണ് ബാറ്ററി. G6 അവതരിപ്പിക്കുന്നത് മുൻഗാമിയുടേതുപോലെ തന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 125 ഡിഗ്രിയുടെ ഫീൽഡ് ഓഫ് വ്യൂ നൽകുന്ന വൈഡ് ആംഗിൾ ലെൻസാണ് ഒരു ക്യാമറയിൽ ഉപയോഗിക്കുന്നത്. 13 മെഗാപിക്സലാണ് രണ്ട് ക്യാമറകളുടെയും റെസൊല്യൂഷൻ. മുൻഗാമിയുടേതിൽ നിന്നും വ്യത്യസ്തമായി മികച്ച വൈഡ് ആംഗിൾ ക്യാമറയാണ് ഫോണിൻ്റേത്. (18:9) അനുപാതത്തിലെത്തുന്ന ഫുൾ വിഷൻ ഡിസ്പ്ലേയാണ് മറ്റൊരു വ്യത്യസ്തത. ഇന്ത്യൻ വിപണിയിലെത്തുമ്പോൾ 50,000 രൂപയാകും G6-നെന്നാണ് സൂചന. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ലോഞ്ചിന്, കൃത്യമായി പറഞ്ഞാൽ റീലോഞ്ചിന് മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദിയായി.
17 വർഷം മുമ്പ് പുറത്തിറങ്ങി ലോകമെങ്ങും ഏറെ ജനപ്രിയമായി മാറിയ നോക്കിയ 3310 ആണ് ബാഴ്സലോണയിൽ വീണ്ടും അവതരിപ്പിക്കപ്പെട്ടത്. അത്തരത്തിൽ അതൊരു നൊസ്റ്റാൾജിയയുടെ വീണ്ടെടുപ്പ് കൂടിയായി. Reintroduce the iconic Nokia 3310. പ്രതീക്ഷകൾ അസ്ഥാനത്തായില്ല. നോക്കിയ 3310 വീണ്ടും യാഥാർത്ഥ്യമായിരിക്കുന്നു. നോക്കിയ 3, നോക്കിയ 5, നോക്കിയ 6 എന്നീ മോഡലുകൾക്കൊപ്പമാണ് 3310 തിരിച്ചെത്തിയത്. നോക്കിയ ലൈസൻസ് സ്വന്തമാക്കിയ ഫിനിഷ് കമ്പനി HMD ഗ്ലോബലാണ് മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ 3310 വീണ്ടും പുറത്തിറക്കിയത്. 2000 പുറത്തു വന്നതിനു ശേഷം 12 കോടിയിലേറെ 3310 ഫോണുകളാണ് നോക്കിയ വിറ്റഴിച്ചത്. മൊബൈൽ ഫോൺ ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമാണ് ഈ മോഡലിന്റെ ലോകവിജയം. ഹാർഡ്വെയറിൽ മികവിന്റെ അവസാന വാക്കായിരുന്നു 3310. 2005 ഉൽപ്പാദനം നിർത്തുന്നതുവരെയും ഈ ഫോണിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവശ്യക്കാരുണ്ടായതിന്റെ കാരണവും ഇതുതന്നെ. തിരിച്ചെത്തുമ്പോൾ 3310 കൂടുതൽ സുന്ദരവും കൂടുതൽ സവിശേഷതകളുള്ളതുമാകുന്നുണ്ട്. എന്നാൽ പഴയ ഫീച്ചറുകളൊന്നും ഒഴിവാക്കിയിട്ടുമില്ല. ജനപ്രിയമായ പഴയ സ്നേക് ഗെയിം വരെ 3310 തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, മൊബൈൽ ഫോൺ സങ്കല്പങ്ങളെ തിരുത്തെഴുതിയ ആദ്യ ഐഫോണിനും 2 വർഷം മുമ്പ് വിപണിയിൽ നിന്നും പിൻവലിക്കപ്പെട്ട ഒരു ഫീച്ചർ ഫോൺ മാത്രമാണ് നോക്കിയ 3310. തിരിച്ചെത്തുമ്പോഴും അതങ്ങനെ തന്നെ ആയിരിക്കുന്നുമുണ്ട്. 2.4 ഇഞ്ചിൻ്റേതാണ് സ്ക്രീൻ. 2.5G കണക്ടിവിറ്റിയിലാണ് ഡാറ്റ ലഭ്യമാകുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ S30+ ബ്രൗസിംഗ് അനുവദിക്കുന്നുണ്ടെങ്കിലും പരിമിതമായ ആപ്ലിക്കേഷനുകളിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. എന്നാൽ ഒരു പ്രധാന അപ്ഗ്രേഡ് എത്തുന്നത് ക്യാമറയുടെ രൂപത്തിലാണ്. 2 മെഗാപിക്സലിന്റെ ക്യാമറ ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫുൾ ചാർജിൽ 22 മണിക്കൂർ ടോക്ക് ടൈമാണ് നോക്കിയ വാഗ്ദാനം ചെയ്യുന്നത്. സ്റ്റാൻഡ് ബൈ മോഡിലാണെങ്കിൽ 1 മാസവും. സിംഗിൾ സിം, ഡ്യുവൽ സിം വേരിയന്റുകളിൽ 3310 വിപണിയിലെത്തും. 4000 രൂപയിൽ താഴെ വില നിലവാരത്തിൽ ഫോൺ വിപണിയിൽ താമസിയാതെ ലഭ്യമാകും. തിരിച്ചുവരവിൽ നോക്കിയ അവതരിപ്പിക്കുന്ന ആദ്യ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് നോക്കിയ 6. നോക്കിയ 6ഉം മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദിയിൽ അവതരിപ്പിച്ചു. 3GB റാം, 32GB ഇന്റർണൽ സ്റ്റോറേജ്, 5.5 ഇഞ്ചിന്റെ ഫുൾ HD ഡിസ്പ്ലേ, ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 435 പ്രോസസർ എന്നിങ്ങനെയാണ് നോക്കിയ 6ന്റെ പ്രധാന സ്പെസിഫിക്കേഷൻസ്. പതിനാറ് മെഗാപിക്സലിന്റേതാണ് പ്രധാന ക്യാമറ. സെൽഫിക്കായി 8 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. മാറ്റ്, ബ്ലാക്ക്, സിൽവർ, കോപ്പർ, ടെമ്പേർഡ് ബ്ലൂ എന്നിങ്ങനെ 4 കളർ വേരിയന്റുകളിലായാണ് ഫോൺ എത്തുന്നത്. GB റാമും 64GB ഇന്റർണൽ സ്റ്റോറേജുമുള്ള ഒരു വേരിയന്റും നോക്കിയ 6ന്റേതായി ഉണ്ടാകും.